കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾ ഒറ്റപ്പെട്ടു. കയറിൽ പിടിച്ച് സാഹസികമായി അച്ചൻകോവിലാറ്റിലൂടെ തോണിയാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ശ്രീകുമാർ ജെരിയാണ്. ശ്രീത്ത്, നമ്മൾ ഈ ഞാണിമേക്കളി എന്നൊക്കെ ആലങ്കാരികമായി കേട്ടേ ഉള്ളൂ. ഇതാണ് അക്ഷരാർത്ഥത്തിൽ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഞാണിമേൽക്കളി. ഇത് വലിയ ഒഴുക്കുള്ള അച്ചൻകോവിലാറാണ്. ആവണിപ്പാറയിൽ എത്ര നിവാസികളാണ്? അവരുടെ അവസ്ഥ എന്താണ് ശ്രീത്ത്? കാശ്മീർ നമ്മൾ നിരവധി തവണ ഏറ്റവും ഒടുവിൽ റൈഡിംഗ് റിപ്പോർട്ടറിലടക്കം നമ്മൾ ഈ പ്രശ്നം ഉൾപ്പെടുത്തിയിരുന്നു. 40-ലധികം വരുന്ന കുടുംബങ്ങൾ, അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ ആവണിപ്പാറ. അതായത് കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി അരുവാപ്പുലം പഞ്ചായത്താണ്. അരുവാപ്പുലം പഞ്ചായത്തിൽ 5-ാം വാർഡെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ. ഇന്നലെ രാത്രി മുതൽ അച്ചൻകോവിലാറിൽ വെള്ളം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്. ഇപ്പോഴും അവിടെ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, മലവെള്ളം ഒലിച്ചു വരുന്നുണ്ട്. ഇവർക്ക് തൊട്ടടുത്ത മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഇന്നലെ മുതൽ തൊട്ടടുത്ത മേഖലകളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവർക്ക് സാധനം വാങ്ങണമെങ്കിൽ അച്ചൻകോവിലേക്ക് പോകണം, അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ആ പ്രദേശത്തു കൂടി അവർ എങ്ങനെയെങ്കിലും തോണിയിൽ, അതിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അവർ എങ്ങനെയെങ്കിലും തോണിയിൽ അക്കരയ്ക്കെത്തി ആ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ അടക്കം വാങ്ങാൻ വേണ്ടിയുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ പ്രദേശത്ത് ഒരു പാലം നിർമ്മിക്കണമെന്നൊരു ആവശ്യം നിരവധി തവണ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അതിനുവേണ്ട ഒരു നടപടിക്രമത്തിലേക്ക് ആയിട്ടില്ല. അവിടെ പ്രദേശത്ത് വീടുകളുടെ നിർമ്മാണമടക്കം നടത്താൻ വലിയ ചിലവ് ആവണിപ്പാറ നിവാസികൾക്ക് വേണ്ടി വരുന്നുണ്ട്. കാരണം ഈ സാധനങ്ങളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കണമെങ്കിൽ കൂടുതൽ പണം നൽകേണ്ടതുണ്ട്. അച്ചൻകോവിലാറിന് സമീപത്തേക്ക് ഒരു തോണി മാത്രമാണ് ഇവർക്ക് ആകെയുള്ള ഒരു ആശ്രയം. അത് പഞ്ചായത്ത് നൽകിയ ഒരു തോണി. അതിൽ ഒരു കയർ കെട്ടി ആ കയറിൽ പിടിച്ചാണ് സ്വാഭാവികമായി ഇവർ അക്കരയ്ക്കും ഇക്കരയ്ക്കും സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മലവെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ ഇവർക്ക് ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണാധികാരികളടക്കം എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ കൂടുതൽ ആ വാർത്ത പറയേണ്ടതില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് ഭംഗിയായി വളരെ വ്യക്തമാകുന്നുണ്ട് അധികാരികൾക്ക്. ഈ പറഞ്ഞ ചെറിയൊരു തോണിയിലാണ് ആ യാത്ര. മാത്രമല്ല വലിയ മലവെള്ളവും ഒഴുക്കവും ഒക്കെയുള്ള സ്ഥലമാണ്. ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്ര കാണേണ്ടവർ ആ ദൃശ്യങ്ങൾ കാണട്ടെ.